നമസ്കാരം. മൃദംഗത്തെക്കുറിച്ച് നമുക്ക് ശ്രീ പ്രൊഫസർ പാറശാല രവി സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. നമസ്കാരം സാർ. സംഗീതത്തെക്കുറിച്ച് സംഗീതം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ സംഗീതത്തിന് അകമ്പടി സേവിക്കുന്ന മൃദംഗത്തെക്കുറിച്ച് സാറിനെ പോലെയുള്ള ഒരാളെടുത്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് മൃദംഗം എന്നുള്ള വാക്ക് മുതൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. മൃദംഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മൃത് അധികം അംഗം. മൃത് എന്ന് പറയുമ്പോഴേ മണ്ണ് എന്നാണ്. ഈ അമരകോശങ്ങളിലെ ഇതിൽ ബുക്ക് നോക്കുമ്പോഴേ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവും. മൃത് മണ്ണ് പ്ലസ് അംഗം. അപ്പം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അംഗം, അത് അവയവം, ഒരു ഉപകരണം മാത്രം. അപ്പോൾ പണ്ട് കാലത്ത് മൃദംഗം ഉണ്ടാക്കിയിരുന്നത്. അത് ഇന്നിപ്പോൾ പുതിയ രീതിയിൽ തടിയിൽ ഇന്ന് ഫൈബറിൽ ചെയ്ത ഇപ്പോൾ മൃദംഗമാവാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലം മൃദംഗമായിരുന്നു. അതിനൊരു കഥ പറയുന്നുണ്ട്. ഇപ്പം കഥ എന്ന് പറയുമ്പം നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പരമശിവൻ്റെ വാദ്യമായിരുന്ന ഉടുക്ക്. അത് ഈ ഉടുക്കിൽ നിന്ന് കേട്ടുന്ന ശബ്ദം അസുരനാഥമായിരുന്നു. അപ്പം ഈ ശബ്ദം കേട്ടിട്ട് ദേവസ്ത്രീകളൊക്കെ ഓടിപ്പോയെന്നും അവരെ തിരിച്ചു വരുത്തുവാനായിട്ട് ശിവൻ ഉടുക്കിനെ മുറിച്ച് തിരിച്ച് ചേർത്താണ് മൃദംഗം സൃഷ്ടിച്ചതെന്നാണ് ഐതിഹ്യം. അപ്പോൾ ആസുരിക ശബ്ദത്തെ നിന്നുള്ള അസഹനീയത കൊണ്ട് അതിനെ നല്ല ശബ്ദമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈശ്വരീയമായൊരു ശക്തി അതിനൊരു രൂപഭേദം വരുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശിവനാണ് തിരിച്ച് ഫിറ്റ് ചെയ്തു. തിരിച്ച് ഫിറ്റ് ചെയ്തതാണ്. അപ്പം അതിൽ അപ്പം വേറെ ഒന്നുമില്ല. വലം തല എന്ന് പറഞ്ഞ ഭാഗം സൂര്യനും ഇടം തല ചന്ദ്രനും നടുക്ക് വാദം കൊണ്ട് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ ഐതിഹ്യങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ ശരിയാണ്. ഇന്നും വലം തല സൂര്യൻ എപ്പോഴും ചൂടാണ്. അവിടെ തണുപ്പടിക്കാൻ പാടില്ല. ഒരു തുള്ളി വെള്ളമൊന്നും അവിടെ വിടാൻ പാടില്ല. ലെഫ്റ്റ് സൈഡ് ഇടത്തല എപ്പോഴും ചന്ദ്രൻ തണുപ്പാണ്. അവിടെയാണ് റവ വെച്ച് വെള്ളമൊക്കെ വെച്ച് വായിക്കുന്നത്. അപ്പോൾ അത് ഐതിഹ്യം. അപ്പോൾ ഇതെന്ന് മനസ്സിലാകുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ചെറിയ വസ്തുവാണ് എന്നാണ്. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ചേർന്ന പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകങ്ങളാണല്ലോ. അതാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. ശബ്ദങ്ങളെല്ലാം ഇതിൽ ധ്വനിക്കുന്നതാണ് പറയുന്നത്. അതിൽ വായുവും ചേരുന്ന സമയത്ത് പിന്നെ പ്രപഞ്ചം, ഈ സൂര്യൻ, ചന്ദ്രൻ, വായു ഇതൊക്കെ ചേർന്നിട്ടാണല്ലോ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി. വായുവില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ വളരെ വലിയ ഒരു തത്വമാണ് ഇതിന്റെ. നമ്മളറിയാത്ത തത്വം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഇത് ആദ്യമായിട്ട് വായിച്ചത് മഹാവിഷ്ണു ആണെന്നും അതല്ല ഗണപതിയാണെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ മഹാവിഷ്ണു വായിക്കുന്നതാണ് ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഇങ്ങനെ ഉടുക്കിനെ തിരിച്ച് മൃദംഗം സൃഷ്ടിച്ച് നേരെ മഹാവിഷ്ണുവിൻ്റെ ശിവൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ശിവൻ ഇങ്ങനെ അയ്യോ എന്ത് വായിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ശിവൻ്റെ കാതിലണിഞ്ഞിരുന്ന പുള്ളൽ തോളിൽ വീണ് എന്ന് കേട്ടു. അത് തിരിച്ച് ഇങ്ങനെ തീ എന്ന ശബ്ദത്തോട് കൂടി തൊടയിൽ തുമ്മുന്നു, തിരിച്ച് തറയിലിടണം, അങ്ങനെ തത്തിത്തൊന്നെ ഉണ്ടായിരുന്നു ഒക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ശരിക്കും പ്രപഞ്ച ഉൽപ്പത്തി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ശിവൻ, വിഷ്ണു എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആദിമ ശക്തിയെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചം ഉണ്ടായ കാലത്ത് തന്നെ മൃദംഗവും മൃദംഗ ശബ്ദങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ആദ്യം മഹാവിഷ്ണുവിൽ നിന്നാണ് ഇങ്ങനെ തത്തിത്തൊന്നെ ഉണ്ടായതെന്നാണ് ഐതിഹ്യം പറഞ്ഞത്. എന്തായിരുന്നാലും ഇന്നും മൃദംഗം തുടങ്ങുമ്പോൾ തത്തിത്തൊന്നെ വായിച്ചാൽ തുടങ്ങാറുണ്ട്. സംഗതി ഐതിഹ്യം എന്തായിരുന്നാലും ശരി, തോളിൽ വീണ് താന്ന് കേട്ടോ കറക്റ്റായിട്ട് തത്തി തൊടണം. അപ്പം പാറയായിരുന്ന കൈലാസമല്ലേ, അപ്പം തറയിൽ നമ്മ ആധുനികമായ പ്രപഞ്ചോൽപ്പത്തിയെ കുറിച്ച് ഇങ്ങനത്തെ ഒരു സങ്കല്പം ഉള്ളത്. ആദ്യം ഒരു വലിയ ശബ്ദം ഉണ്ടായി, മഹാസ്ഫോടം എന്നൊക്കെ പറയുന്നത്. അതുപോലെ അതുമായിട്ട് യോജിക്കുന്ന ഒരു തത്വമായിട്ടാണ് ഇതിപ്പോൾ തോന്നുന്നത്. എന്തായിരുന്നാലും തത്തിത്തൊന്നെ അങ്ങനെ ഉണ്ടായി. അതിനുശേഷം മൃദംഗം ഇങ്ങനെ നന്ദി കൈതൽ മൃദംഗം വായിച്ചു വന്നിരുന്നു ശിവൻ്റെ താണ്ഡവത്തിന്. ഇങ്ങനെയൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഈ മണ്ണുകൊണ്ടുള്ള മൃദംഗം അത് ഉണ്ടാക്കുവാനും അത് കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടായത് കാരണം
അത് ക്രമേണ അതേ രൂപത്തിൽ തടിയിൽ രൂപപ്പെടാൻ തുടങ്ങി. പണ്ട് കാലത്ത് മൃദംഗത്തിൻ്റെ രണ്ട് വശം, അതായത് വലന്തല ഇടന്തല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒരേ അളവായിരുന്നു. ഇന്ന് ആ പണ്ട് ഒരേ അളവായിട്ട് വലന്തല അറിയാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇങ്ങനെ കൊത്തുമായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. കാരണം രണ്ടും ഒരേ സൈഡാണല്ലോ. ഇന്ന് അതില്ല. കാരണം ഇന്ന് വലന്തലയ്ക്ക് ഇടന്തലയ്ക്കും വാവ് വീഴ്ചയിൽ വ്യത്യാസമുണ്ട്. വലന്തല വാവിച്ച് കുറവും അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ലെഫ്റ്റ് സൈഡ് വരുന്നു. അപ്പം ചന്ദ്രക്കലയുടെ ആവശ്യമാണ് വരുന്നില്ല. അതുപോലെ ഈ വെണ്ടായം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മൃദംഗത്തിൽ. വെണ്ടായം ഇങ്ങനെ മുളച്ചിരിക്കും. അത് പണ്ട് നേരെ മധ്യഭാഗമായിരുന്നു. ഇന്ന് അത് ശകലം മാറിയിട്ടുണ്ട്. ഈ മൃദംഗത്തിൽ ഇതാ കാണുന്ന മുഴ ഇതാണ് വെണ്ടായെന്ന് പറഞ്ഞത്. ഇതിപ്പം മാറിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് തടിയിൽ രൂപപ്പെടാൻ തുടങ്ങി. ഇന്നത് ഫൈബറിലും ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ആ മണ്ണിൻ്റെ ശബ്ദം, മണ്ണിൽ അന്നുണ്ടായിരുന്ന മൃദംഗത്തിൻ്റെ ആ ശബ്ദം, ഞാനിന്ന് ഇതുപോലെ ഒരു മണ്ണിലൊരു മൃദംഗം സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ മൂട്ടടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ അളവിലുള്ള തടിയിലുള്ള മൃദംഗത്തിൻ്റെ മൂട്ടെടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്ത്, അപ്പം എന്നായിരുന്നാലും ഒരളവിൽ കൊടുന്ന് വാറ് വലിക്കാനൊന്നും പറ്റില്ല. അതിലുള്ള ശ്രുതി നമ്മളിങ്ങനെ കോർത്ത് വയ്ക്കുമ്പം വരുന്ന ശ്രുതി മാത്രമേ അത് പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ നാദത്തിന് നല്ല ഒരു സുഖമാണ്. ഈ മരത്തിനേക്കാളും നല്ല നാദമായിരുന്നു. പക്ഷേ അതേപോലെ ഇപ്പം തടിയിൽ വന്നപ്പോൾ തടിക്ക് നാദം കുഴപ്പമില്ല. അതിൽ തന്നെ പല തടി, ഇപ്പം പ്ലാവ്, പണ്ട് തെങ്ങ്, പന ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് ഞാൻ പ്ലാവ്, കൊന്ന, കരിങ്ങാലി ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉണ്ടാക്കും. പക്ഷേ പ്ലാവാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ കണിക്കൊന്നയും തിരക്കേടില്ല. അപ്പം ആ മൃദംഗം, ഈ മൃദംഗത്തിലുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 1 2 ശ്രുതി ആൾക്കാർ പാടുള്ളായിരുന്നു. അന്ന് ആണുങ്ങൾ പോലും 5 8 ശ്രുതിക്കാൻ പഠിക്കുന്നത്. ഇന്നിപ്പം മൈക്കിൻ്റെ ഒക്കെ ഇത് വന്നു. അന്ന് മൈക്കിൻ്റെ പ്രോഗ്രാം. അപ്പം ഒരാൾ പാടിക്കഴിഞ്ഞാൽ അങ്ങേറ്റം ഇരിക്കുന്ന ഓഡിയൻസിനും കേൾക്കണം. അപ്പം അത് കാരണം നല്ല ശബ്ദം ഉള്ളവരെ അന്ന് പാടുള്ളൂ. അങ്ങനെയുള്ളവർ പാട്ടേ ആൾക്കാർ കേൾക്കുകയുള്ളൂ. ഇന്ന് അതില്ല. ശബ്ദമില്ലെങ്കിലും മൈക്ക് വെച്ചിട്ട് അതിന് ശബ്ദം അതൊക്കെ ആക്കാൻ പറ്റും. അപ്പം അന്ന് ഒരു 5 കെട്ട 4 കെട്ട ശ്രുതിയൊക്കെ ആയിരുന്നു. ഇന്ന് അത് മാറിയിട്ട് ആണുങ്ങളുടെ ശ്രുതി ഒരു 1/2 കെട്ട 3/4 1 വരെ, പെണ്ണുങ്ങൾ 4 5. അപ്പം അതനുസരിച്ച് മൃദംഗത്തിൻ്റെ വേരിയേഷൻ വരാൻ തുടങ്ങി. മൃദംഗ കട്ടയുടെ നീളം കുറയും തോറും ശ്രുതി കൂടി വരും. അപ്പം അതാണ് സ്ത്രീയൊക്കെ ഉപയോഗിക്കുന്ന മൃദംഗം. നീളം കൂടുന്തോറും മൃദംഗത്തിൻ്റെ ശ്രുതി കുറഞ്ഞു വരും. അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകം മൃദംഗം ആവശ്യമുണ്ട്, പുരുഷന്മാർക്ക് പ്രത്യേകം മൃദംഗം. അത് സംശയമില്ല. സംഗീതത്തിനെ കുറിച്ച്, താളത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന, വിശദീകരിക്കുന്ന സമയത്തെ അത് മനസ്സിലാവും. അതായത് സമശ്രുതി മൃദംഗം എന്ന് പറയും. അതായത് 5 8 ശ്രുതിക്ക് പാടിക്കഴിഞ്ഞാൽ 5 8 ശ്രുതികൾ മൃദംഗം തന്നെ വേണം. ഇന്ന് ഗാനമേളയ്ക്കെല്ലാം അതല്ല. ഈ 2 അടിക്ക് പാടുന്നൊക്കെ അതിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചമം തബലൊക്കെ വെച്ചവർ പാടിക്കും. ഇതിൽ പഞ്ചമം മധ്യമം ഇതിന് പറ്റില്ല. സമശ്രുതി വാദ്യമാണ്. അതാണ് കേൾക്കാൻ കൂടുതൽ ഇൻപം. മറ്റത് ശരിക്കുള്ള ഒരു ഇതല്ല വരുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് ശ്രുതിയിൽ എല്ലാം അങ്ങ് മുകളിലിരിക്കുന്ന തബല ശ്രുതിക്ക് അങ്ങനെയാണ്. ഇത് സമശ്രുതി മൃദംഗം. ഈ സമശ്രുതി മൃദംഗം തന്നെ ചേർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് നാദവാദ്യം എന്നുള്ള പേര് കൊടുക്കുന്നത്. നാദവാദ്യമാണ് ശരിക്കും. അപ്പോൾ സ്ത്രീയൊക്കെ ഇങ്ങനെ ഉള്ള മൃദംഗം. ഇതിനിടയ്ക്ക് ഈ 2 കെട്ടാൻ ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതിയാണ്. നമ്മൾ ആവണപ്പെട്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 2 3 3.5 കട്ട ഇല്ല. 1 1.5 2 2.5 3 3.5 ഇല്ല. പിന്നെ 4 കേട്ട് കഴിഞ്ഞാൽ. അപ്പം അത് കാരണം 1 1.5 2 2.5 3 വരെയുള്ള ശ്രുതിയെ തക്ക് കെട്ടായിട്ട്, 4 4.5 5 അങ്ങോട്ട് പോകണമൊക്കെ എച്ച് കെട്ടാം. അപ്പോൾ ഇതായിരിക്കും തിരിച്ചു. ഇതൊക്കെ സംഗീതത്തിനെ കുറിച്ച്, താളത്തിനെ കുറിച്ചുള്ള സാങ്കേതിക പദങ്ങളാണ്. അതെ അതെ. അപ്പോൾ ഈ 3 കഴിഞ്ഞ് 4 ഇടയ്ക്കുള്ള ചില ശ്രുതികൾ വീണ കച്ചേരി, ചില വയലിൻ കച്ചേരി, ചില ഫ്ലൂട്ട് കച്ചേരിയൊക്കെ വരും. അപ്പോൾ അതിന് മാത്രമേ ഈ 3 കെട്ട ശ്രുതി അല്ലെങ്കിൽ 4 ഇടയ്ക്കുള്ള മൃദംഗത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മൃദംഗം കൊണ്ട് നമുക്ക് തക്ക് കെട്ടോ എച്ച് കെട്ടോ ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ പിന്നെ അപ്പം മൃദംഗക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാനൊരു മൃദംഗക്കാരനായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. 1 കെട്ട ശ്രുതിക്കുള്ള മൃദംഗം മാക്സിമം അത് 3/4 ആക്കാം, അല്ലെങ്കിൽ 1/4 ആക്കാം. 1/2 ആക്കാൻ പറ്റില്ല. അപ്പം അതിന് വേറെ അപ്പം 1/2 കെട്ട 3/4 കെട്ടയ്ക്ക് മൃദംഗം വേറെ, 1 1/2 വേറെ, 2 വേറെ, 2.5 വേറെ, 3 വേറെ, 4 4.5. അപ്പം ഇതിനിങ്ങനെ പല ശ്രുതിക്കുള്ള മൃദംഗം ഒന്ന് പോരാ, അതിൻ്റെയൊക്കെ സ്പെയർ മൃദംഗം കൂടെ വേണം. കാരണം നമ്മൾ വളരെയധികം സങ്കേത ജടിലമായിട്ടുള്ള ഒരു ഉപകരണം കൂടിയാണ് മൃദംഗം. മാത്രവുമല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സംഗീതത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, അതിനനുസരിച്ച് പോകേണ്ടതായിട്ടുള്ള ഈ വാദ്യോപകരണത്തെ പറ്റി
നമ്മൾ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അപൂർവമായിട്ടുള്ള അവസരമാണ് പ്രൊഫസർ രവി സാറിനെ പോലെയുള്ള ആൾക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ വളരെ സാങ്കേതികത്വം നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മൃദംഗം കട്ട മാത്രമേ ആയിട്ടുള്ളൂ ഈ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഈ വലന്തല ഇളന്തല ഇതിലൊക്കെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം പറഞ്ഞാൽ ചിലർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ തോലിന് പോലും വ്യത്യാസമുണ്ട്. ആട്ടിൻ തോല്, പശുവിൻ തോല്, എരുമൻ തോല്, ഈ 3 തോലുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ വലന്ത വശത്തിൽ തന്നെ 3 ആട്ടിത്തോലുണ്ട്. ഇതിന് തന്നെ 3 പേരുണ്ട്. കൂട്ടിക്കാരത്തട്ട്, വീട്ടിത്തോല്, അടിത്തട്ട്, ഇങ്ങനെയൊക്കെ പേരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തോല് തിരഞ്ഞെടുക്കണം. ആ തോലെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കൈവാക്കനുസരിച്ചുള്ള തോലുകൾ. കട്ടിയുള്ള തോല്, കട്ടി കുറഞ്ഞ തോല്, തീരെ കട്ടിയില്ലാത്തത്, ഇങ്ങനെയുള്ള തോലുകൾ. അത് അപ്പം എത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ തന്നെ എത്ര സൂക്ഷ്മമായിട്ടുള്ള താളത്തിനെ കുറിച്ചും ശബ്ദത്തിനെ കുറിച്ചുമുള്ള അറിവ് വേണം എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വാദ്യം ഭംഗിയായാലേ ബാക്കി കാര്യങ്ങൾ ശരിയാവും. വാദ്യം എങ്ങനെയായിരുന്നുകൊണ്ട് ശരിയായില്ല. ഇതിൽ ശ്രുതി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലും ശ്രുതി ചേരാതെ വന്നാൽ അത് എടുത്തു കാണിക്കും. അത് വായനയെ ബാധിക്കും. അപ്പം അതിനെ കുറിച്ചുള്ള കൂടുതൽ വാദ്യമൊക്കെ പോകുന്നില്ല. ഈ കളത്തിൽ അത് പോകില്ല. ഈ മൃദംഗ വാദ്യം വന്നു കഴിഞ്ഞാൽ ആണ് മൃദംഗ വാദകൻ്റെ ഫസ്റ്റ് ഇത് വരുന്നത്. മൃദംഗ വാദ്യം ഇത്രയും വിശദമായിട്ട്, ഇത്രയും സൂക്ഷ്മമായിട്ട്, ഇത്രയും ഗഹനമായിട്ടുള്ള ഈ വിഷയത്തെ സാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ സംഗീത ഭാരതി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അത്രയും ദൂരത്ത് തിരുവനന്തപുരം വരെയുള്ള ദൂരത്തുനിന്ന് സാറിന് ഇവിടെ വന്ന് പഠിപ്പിക്കാനുള്ളൊരു പ്രേരണ എന്താണെന്നുള്ള ഒരു സംശയം തോന്നുകയാണ് എനിക്കിപ്പോൾ. അതിൽ ഒരു സംശയം വേണ്ട. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 വർഷത്തിന് മുമ്പാണ് തോന്നുന്നു സംഗീത ഈ ഘട്ടത്തിലെ ഉദ്ഘാടന ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറ് ക്ഷണിച്ചിട്ടാണ് വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിനന്ന് കാലത്ത് 7 മണിക്ക് ഉദ്ഘാടനം. ആ വിളക്കോളത്തിന് സമയത്ത് എനിക്ക് അന്ന് എത്താൻ പറ്റിയില്ല. കാരണം എന്നെ വിളിച്ച് പറഞ്ഞ തലേ ദിവസമാണ്. ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടാത്ത കാരണം ഞാൻ വന്നപ്പോൾ 9 മണി കഴിഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു പഞ്ചരത്ന കീർത്തനം നടക്കുന്നതാണ്. അപ്പം ഇവിടെ ഈ ചന്ദ്രൻ കൊണ്ടായിരുന്നു. ആ പഞ്ചരത്നമൊക്കെ കീർത്തനം കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സംഗീതത്തിൻ്റെ അടുത്തുള്ള ഒരു അഭിരുചി, ആ കലാകാരന്മാരോടുള്ള ഒരു അപ്രോച്ച് എന്നെ വളരെ ആകർഷിച്ചു. ആ ഒരൊറ്റ കാരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വടകരയിൽ വന്നോളാം. പക്ഷെ ഇവിടെ 2 കുട്ടികളും 3 കുട്ടികളായിരുന്നപ്പോഴും ഞാൻ വന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ദൂരയിൽ നിന്ന് വരുമ്പോൾ പൈസ ഒത്തിരി ചിലവുണ്ട്. ഇതിൻ്റെ കണക്ക് ഞാൻ പറയാറില്ല. പക്ഷേ കുട്ടികൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് പൈസ തരില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനെ കുട്ടികളൊന്നുമില്ല. അതൊന്നും സാർ അറിയണ്ട, സാർ ഇവിടെ വരണം ചിലവുള്ളൂ. പക്ഷേ ഇപ്പം ഒരു 10-16 പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഈ വാദ്യത്തിനെ കുറിച്ചോ ഇല്ലെങ്കിൽ സംഗീതത്തിനെ കുറിച്ചുള്ള അറിവ് കുറവായതുകൊണ്ടായിരിക്കും ചിലർക്ക് ഇതിനടുത്തൊരു വലിയ ഒരു ക്ലാസ് വരണം പോലെ അത്ര ഒരു ഇത് വരുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്രയോ ദൂരെയാണ് ഞാൻ വരുന്ന സമയത്ത് ഇന്നും കറക്റ്റായിട്ട് പിള്ളേർ വന്ന് റെഡിയായിട്ടിരിക്കുന്നവരാണ്. അതെ, ഇവിടെ ആദ്യകാലത്ത് കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്ന് വരെ വിദ്യാർത്ഥികൾ ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ അവർ വരാതെ ഇരിക്കാനും ചില കാരണങ്ങളുണ്ടാവാം. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ട് പല വിഷമത്തിൻ്റെ ഇടയിൽ വരാനുള്ള പ്രയാസം കൊണ്ട് മാത്രമാണ് അവർ പിന്നീട് തുടരാൻ കഴിയാത്ത ചില ആളുകൾ. എന്നിരുന്നാലും സാറ് ഈ പശ്ചാത്തലത്തിലും ഈ പരിതസ്ഥിതിയിലും വളരെ ദൂരത്ത് നിന്ന് ഒരു തപസ് പോലെ ഇപ്പോഴും ഇവിടെ വന്ന് ഈ ഒരു വിഷയത്തെ വലിയൊരു സാമ്പത്തിക ലാഭവും ഒന്നും കിട്ടാതെ തന്നെ സാറ് വരുന്നതിൽ നിന്നും ഈ വിഷയത്തിൻ്റെ ഉള്ളിലുള്ള തപസ്, ഇതിനുവേണ്ടി അങ്ങ് എത്രമാത്രം തപസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിൽ നിന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നത്. അല്ലെ, 3 കാരണമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒന്ന്, ഈ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എനിക്കറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മളെ മരണത്തോട് പണ്ട് ഈ വൈദ്യന്മാരിങ്ങനെയാണ് ചില കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ മരണത്തോടു കൂടി അതങ്ങ് പോകും. അപ്പം അത് പാടില്ല. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ താല്പര്യ പിള്ളേർ പഠിച്ചിരിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ പറഞ്ഞു കൊടുക്കും തോറും നമുക്കുള്ള വിദ്യ വളരെയും അത് മറക്കാതിരിക്കും. അത് 2. മൂന്നാമതൊരു പ്രധാന കാരണം, ഈ ഓടി നടന്നാലും ശരീരം അങ്ങനെയെങ്കിലും അനങ്ങുള്ളൂ. ഒരിടത്ത് ഇരുന്ന് പോയി ഇരുന്ന് പോകും. അങ്ങനെ പെട്ടെന്ന് ഇരുന്നങ്ങ്
അങ്ങ് പോകാൻ പാടില്ല എന്നുള്ള ഒരു അപ്പൊ സ്വന്തം ശരീരത്തിനും ചലനാത്മകത, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാദ്യത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഈ വ്യക്തിക്കും പിന്നെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ വിഷയത്തെ വിദ്യ മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം വിദ്യ മാത്രമാണുള്ളത്. വിദ്യയെക്കുറിച്ചുള്ള വളരെ അഗാധമായ ഒരു പരിജ്ഞാനം, ഒരു അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര ഗഹനമായിട്ട് ഈ വിഷയത്തെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്.